സംശയമില്ല. ശ്രീ ജി പി രാമചന്ദ്രൻ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജി പി രാമചന്ദ്രൻ, 48 വർഷത്തെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചാണ് ശ്രീനിവാസൻ മടങ്ങുന്നത്. മലയാള സിനിമ അതിൻ്റെ 100 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് അതിൻ്റെ പകുതിയോളം കാലം അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത്. മലയാള സിനിമയ്ക്ക് പുതിയൊരു മുഖം നൽകിയ തിരക്കഥാകൃത്തും നടനും ഒക്കെയാണ്. ഇവിടെ മുഖം നോക്കാതെ ശ്രീനിവാസൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ഏത് വിഷയത്തെയും സമീപിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നിന്ന് ആക്ഷേപിക്കാതെ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ എന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? തീർച്ചയായും വളരെ വലിയ ഒരു നഷ്ടം തന്നെയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ മലയാളികളുടെ ആയുർദൈർഘ്യം അനുസരിച്ചും ഒക്കെ തന്നെ വിട്ടുപോകേണ്ട ഒരു വയസ്സായിട്ടില്ല എന്നുള്ളതാണ്. 67-68 വയസ്സ് ആയിട്ടുള്ളൂ. അത് നമുക്ക് വലിയൊരു വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ, നേരത്തെ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞതുപോലെ, അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ആത്മവിമർശനങ്ങൾ, ഇതെല്ലാം തന്നെ മലയാളി സാധാരണക്കാർ തൊട്ട് വളരെ സാധാരണക്കാർ, കാരണം ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഗ്രാമത്തെ തന്നെ അദ്ദേഹം വളരെയധികം പരിഹസിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഗ്രാമം വലിയ നന്മ എന്ന് പറയുമ്പോൾ ശ്രീനിവാസന്റെ സിനിമയിലേക്ക് പോയാൽ, നേരത്തെ കെ ജി ജോർജിന്റെ സിനിമയിലുണ്ടായിരുന്നു, ആ ഗ്രാമത്തിന്റെ പല കുന്നായ്മകൾ, കുശുമ്പ്, അസൂയ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഈ മലയാളി നമ്മൾ ഉയർത്തിയെടുത്തിട്ടുള്ള വലിയ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഏതെങ്കിലും വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയം. നമ്മളുടെ രാഷ്ട്രീയം നമുക്ക് ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയം, അതിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം. ഇപ്പോൾ ഞാനും ഇടതുപക്ഷത്തിന്റെ ഒപ്പമുള്ള ആളാണ്, സഖാവ് പന്ന്യനും അതുപോലെ തന്നെ ഒക്കെ തന്നെ. അപ്പൊ ഇടതുപക്ഷ രാഷ്ട്രീയം, അതുപോലെ തന്നെ സിനിമ, താൻ തന്നെ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ, അതിലെ സൂപ്പർ താരങ്ങൾ, ആ സൂപ്പർ താരങ്ങൾ, അതുപോലെ തന്നെ ദൈവം, വിശ്വാസം, മതം, ജാതി, ഇതൊക്കെ തന്നെ നമ്മുടെ, അതുപോലെ കുടുംബം, ഈ വിഗ്രഹങ്ങളെ ഒക്കെ തന്നെ വളരെ തീക്ഷ്ണമായി പരിഹസിച്ച് അട്ടിമറിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ തന്നെയാണ് അദ്ദേഹം കരുവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു, നേരത്തെ അറബിക്കത്തെ കുറിച്ചിട്ടാണ് സഖാവ് പന്ന്യൻ പറഞ്ഞതെങ്കിൽ, സന്ദേശം അദ്ദേഹത്തിന്റെ ഏറ്റവും അധികം കോട്ട് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും അതിന്റെ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ പോലും നമ്മളുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് നമ്മൾ യൂട്യൂബിൽ തിരഞ്ഞാൽ ഉടനെ നമുക്ക് കുമാരപ്പിള്ളയെ കിട്ടും. ആ കുമാരപ്പിള്ള പ്രതിക്രിയാവാതകവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി ക്ലാസ് അവിടെ വരും. നമ്മൾക്കത് ഒരേ സമയത്ത് നമുക്ക് അത് പരിഹാസവുമാണ്, അതുപോലെ തന്നെ ആശ്വാസവുമാണ്. നമുക്ക് ഏതു തരം വേദനയിലും അല്ലെങ്കിൽ ഏതു തരം നമ്മളുടെ മലയാളിക്ക് ആ ഒരു സമയത്ത് നമ്മളെ തന്നെ ആ പരിഹസിക്കുന്ന, കാരണം അത് വളരെ സത്യസന്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധമായ നിലപാടാണത്. കാരണം ഞാൻ വളരെ അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തിയല്ല, പക്ഷെ പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന് പല ദൂരം നിന്ന് വീക്ഷിച്ചപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ടയ ശ്യാമള ഇന്ത്യൻ പനോരമയിൽ എടുത്തിട്ട് ആ സിനിമ ഹൈദരാബാദ് ഫെസ്റ്റിവലിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഹൈദരാബാദ് ഫെസ്റ്റിവലിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇവിടുന്ന് എല്ലാവരും. അപ്പൊ അദ്ദേഹം ആ ഫെസ്റ്റിവലിൽ, ആ പനോരമയിൽ അത് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ സിനിമ പനോരമയിൽ വരുന്നതെന്നാണ്. അപ്പൊ അതിനു മുൻപ് അവിടെ ഇന്ത്യൻ സിനിമകൾ പനോരമയിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഭാഗത്ത് നിന്ന് അതിങ്ങനെ വീക്ഷിക്കണം. അതായത് എന്താണ് ഇവരെ അവിടെ സംവിധായകനെ അവിടെ സ്റ്റേജിൽ വിളിച്ചാൽ എന്തായിരിക്കും അവിടെ പറയേണ്ടി വരിക, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഇതെല്ലാം ഒരു വളരെ അപ്പൊ നമുക്കറിയാം വളരെ സാധാരണക്കാരായ യാതൊരു അപ്പൊ ജാടയെയാണ് അദ്ദേഹം പിന്നെ പരിഹസിക്കുന്നത്. അത് രാഷ്ട്രീയത്തിലെ ജാടയാവാം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ജാടയാവാം, അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ. ഇപ്പൊ സൂപ്പർ താരങ്ങൾ നമുക്കറിയാം, ഉദയനാണ് താരം എന്ന സിനിമ, അല്ലെങ്കിൽ അഴകിരാവണൻ എന്ന സിനിമ, ഇത്തരം സിനിമകളിലൊക്കെ, അല്ലെങ്കിൽ ഈവൻ ചിന്താവിഷ്ടയ ശ്യാമള തന്നെ, ചിന്താവിഷ്ടയ ശ്യാമളയില് സംവിധാനം അറിയാത്ത ആള് സംവിധാനം ചെയ്യുമ്പോൾ ക്യാമറ എടുത്ത് ചാടാൻ പറയുന്ന ആ സീന് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഉദയനാണ് താരത്തില് സൂപ്പർ താരത്തിന്റെ ഫാൻസ് അസോസിയേഷൻ ഇല്ലാത്തൊരു നടനായിരുന്നു ശ്രീനിവാസൻ. അപ്പൊ ആ ഫാൻസ് അസോസിയേഷൻ, അപ്പൊ ഇതെല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്ന, അദ്ദേഹം മോഹൻലാലിനെ മമ്മൂട്ടിനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പടങ്ങളിൽ പലപ്പോഴും അദ്ദേഹം സംവിധാനം ചെയ്തതിലില്ല, പിന്നെ ഈ പറഞ്ഞ തിരക്കഥ എഴുതിയതിൽ അദ്ദേഹം സങ്കല്പിച്ചിട്ടുള്ളതും അവരുടെ തന്നെ താരമൂല്യത്തെയാണ് അവരറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ അതേ ആളുകളെ തന്നെ അദ്ദേഹം അതുപോലെ തന്നെയാണ് ഇടതുപക്ഷത്തെ മാത്രമല്ല, അദ്ദേഹം വലതുപക്ഷത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്നത് ഇടതുപക്ഷത്തെ വിമർശിച്ചതാണ്. ഇപ്പൊ പിന്നെ ഇതില് നാരിയൽ കാ പാനി എന്നൊക്കെ പറഞ്ഞിട്ട് AICCയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആൾക്കാർ വരുന്ന അവരെ ഭാഷയെയും അതുപോലെ തന്നെ അവരുടെ ഇടപെടലിനെയൊക്കെ അദ്ദേഹം സന്ദേശത്തിൽ പരിഹസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രം ഇടതുപക്ഷക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം വലതുപക്ഷമാണ്. പക്ഷേ ഇടതുപക്ഷത്തിനെ കുറിച്ചുള്ള വിമർശനം നമുക്ക് ഓർമ്മയിൽ നിൽക്കും തീർച്ചയായും. കാരണം ഇടതുപക്ഷത്തിന് വരുന്ന ഓരോ വീഴ്ചയും അല്ലെങ്കിൽ ഓരോ ഇതും പരിഹസിക്കാൻ
നമുക്കുള്ള ഒരു പിന്നെ ആർജവവും അവരോടുള്ള കൂടുതൽ ബന്ധവുമായിരിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീക്ഷ്ണത ആയിരിക്കാം, ഏതോ ആവാം. ഞാൻ അതിന്റെ ആ ഒരു സൂക്ഷ്മതയിലേക്ക് പോവല്ല. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് നമ്മളുടെ കാലഘട്ടത്തെ നിർമ്മിക്കുന്നത്, പ്രത്യേകിച്ചും ഒരു നർമ്മത്തിന്റെയോ ഹാസ്യത്തിന്റെയോ മേഖലയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഗ്ലാമർ കിട്ടുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം. നമുക്കിപ്പോ പിന്നെ ഉദാഹരണത്തിന് എഴുത്തച്ഛന് കൊടുക്കുന്ന ഒരു പ്രാമാണികത നമ്മൾ കുഞ്ചൻനമ്പ്യാർക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് പിന്നെ പലർക്കും അതായിട്ടില്ല. അപ്പൊ അത്തരത്തില് ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഒരു അർത്ഥത്തിൽ വളരെ അപകടകരമാണ്. സ്വന്തം ശരീരത്തെ തന്നെ, സ്വന്തം ശരീരത്തിന്റെ ഉയരക്കുറവ്, നിറത്തിന്റെ പ്രത്യേകത, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൗന്ദര്യമില്ലായ്മയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ, ഇതെല്ലാം ഈ വൈരൂപ്യം എന്ന് പറയുന്ന ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം പരിഹസിച്ചുകൊണ്ട് തന്റെ തന്നെ ശരീരത്തെ പൊതുബോധത്തിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങളെ പരിഹസിച്ചു അത് പരിഹസിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ ഈ ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് അതേ സമയത്ത് അദ്ദേഹം വാഴ്ത്തുന്നു എന്ന് കരുതുന്ന സൂപ്പർ താരത്തെ തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഇപ്പൊ ഉദയനാട് താരത്തിൽ അദ്ദേഹം വിമർശിക്കുന്നത് സത്യത്തിൽ മോഹൻലാൽ പോലെയുള്ള സൂപ്പർ താരങ്ങളെ തന്നെയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ അദ്ദേഹം കേണൽ പദവി കിട്ടിയ സൂപ്പർ താരത്തെ വിമർശിക്കുന്നു. രാഷ്ട്രീയത്തിലും അതേപോലെ തന്നെയാണ്. രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്തിനാണ് വരട്ട് തത്വവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് റിലേറ്റായ കാര്യങ്ങൾ പറയാതെ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിൽ ഉത്തമൻ പറയുന്നുണ്ട്, ഉത്തമൻ എണീറ്റ് മനസ്സിലാവുന്നത് പോലെ പറയൂ. അപ്പോ ഈ ശ്രീനിവാസന്റെ കോട്ടുപ്പള്ളി പ്രഭാകരൻ വന്നിട്ട് പറയും അത് ബുദ്ധിജീവിയാണ്, കുമാരപിള്ള ബുദ്ധിജീവിയാണ്, നിങ്ങൾ അത് കേട്ടോളണം എന്ന രീതിയിൽ. ഈ കുമാരപിള്ള തന്നെ പിന്നെ എങ്ങനെയാണ് അമ്പലത്തിൽ പോകുന്നത്? അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസം സംബന്ധിച്ച് ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇവര് 41 ദിവസം ശബരിമല, നമ്മളുടെ എല്ലാം ഇപ്പൊ ശബരിമലയാണല്ലോ കേരളത്തിൽ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമയില് സീസണൽ ഭക്തിയാണോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഈ 41 ദിവസം മാത്രം ഭക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ ശബരിമലയ്ക്ക് മാലയിടുന്നു, ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ അത് സന്നിധാനത്ത് ഓടിക്കയറി താഴെ ഇറങ്ങി വന്ന് അടുത്ത കള്ളുഷാപ്പ് തെരഞ്ഞു പോകുന്ന ആളുകളെ കണ്ടാൽ എങ്ങനെയാണ് ഞാൻ ചിരിക്കാതിരിക്കുക എന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. ഇത് ഈ ചോദ്യം ഒരാൾ ചോദിച്ചു, അതിൽ വലിയ റിസ്ക് ഉണ്ട്. ഇന്നിപ്പോ അതിനെക്കാട്ടിലും നമ്മൾ റിസ്ക് ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് ശബരിമലയും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഒക്കെ മാറിയ ഒരു സാഹചര്യത്തില് ഈ ചിന്താവിഷ്ടയായ ശ്യാമള പോലെ ഒരു ചിത്രത്തെ അന്ന് അദ്ദേഹം എടുക്കാൻ തയ്യാറായി. അതില് പിന്നെ ഈ ഇത്തരത്തിലുള്ളത് ആവിഷ്കരിച്ചു. അതിൽ തന്നെ സന്യാസത്തിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെ ഒരു പണിയെടുക്കാതെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളതല്ല സന്യാസം എന്ന് അവിടുത്തെ ഗുരു അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഉണ്ണിമാന്നനൂർ അവതരിപ്പിച്ച കഥാപാത്രം ചിന്താവിഷ്ടയ ശ്യാമള. അപ്പൊ ഇത്തരത്തിലുള്ള ഇതെല്ലാം തന്നെ നമ്മളുടെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങളും എല്ലാം നേരത്തെ പന്ന്യൻ സഖാവ് പറഞ്ഞതുപോലെ ആത്മവിമർശനത്തെയും കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ വലിയ ഒരു തലത്തിലേക്ക്, കലയുടെ ദൗത്യം അതാണ്, സിനിമയുടെ ദൗത്യം അതാണ്. അല്ലാതെ നിലനിൽക്കുന്നതിനെ തന്നെ വീണ്ടും വീണ്ടും ആഘോഷിച്ച് വിഗ്രഹങ്ങളെ തന്നെ വീണ്ടും കെട്ടിയെഴുന്നള്ളിക്കുക എന്നതിന് പകരം അത് ഏതൊക്കെ ഫലം ചെയ്യുന്നു അതൊക്കെ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. നമ്മൾ അതിലിപ്പോ കിടക്കുന്നത് ശരിയല്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഇത്തരത്തിലുള്ള വിമർശനത്തിന് അദ്ദേഹം തയ്യാറായി. ആ ഒരു സാഹസികമായ പാത, അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കാതിരുന്ന 100 കണക്കിന് സിനിമകൾ, അപ്പൊ വളരെ മോശമായ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും, പല കഥാപാത്രങ്ങൾ, പല തിരക്കഥകളൊക്കെ. ഇതിനെല്ലാം അദ്ദേഹം വിട്ട് അങ്ങനെ അഭിനയിക്കാതിരുന്ന സിനിമകളാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവന എന്ന് പറയുന്നതിലൂടെ അദ്ദേഹത്തിൽ ഉയർന്നു വരുന്ന ആ ഒരു പരിഹാസവും ആത്മപരിഹാസവും അതിന്റെ വൈരുദ്ധ്യങ്ങളും എല്ലാം തന്നെ നമുക്ക് വലിയ ഒരു നഷ്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ പോകുന്നതിലൂടെ ഉണ്ടാകുന്നത്.